സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് നഷ്ടത്തിലായ ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ട് റിസർവ് ബാങ്ക്. കോൺഗ്രസ് നേതാവും മുൻ KPCC സെക്രട്ടറിയുമായ MP ജാക്സൺ ചെയർമാനായുള്ള ഭരണസമിതിയാണ് പിരിച്ചുവിട്ടത്. ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് രാജു എസ് നായരെ അഡ്മിനിസ്ട്രേറ്റീവ് ആയി നിയമിച്ചു. ബാങ്കിലെ 32 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. 19 ബ്രാഞ്ചുകൾ 10 ബ്രാഞ്ചാക്കാനും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. ലെവിൻ കെ വിജയൻ നൽകും വിവരങ്ങൾ. ലെവിൻ, എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് RBIയുടെ ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്? അരുണ്യ, 1949 RBI കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 36, 56 എന്നീ നടപടിക്രമങ്ങൾ പ്രകാരമാണ് ബാങ്കിനെതിരായ കർശന നടപടികളിലേക്ക് RBI കടന്നിരിക്കുന്നത്. നേരത്തെ ഈ RBI 6 മാസത്തേക്ക് ബാങ്കിന്റെ ധനകാര്യസ്ഥിതി മോശമായതിനെ തുടർന്നും സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്നും ബാങ്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നും ബാങ്കിന്റെ പ്രവർത്തനം 6 മാസത്തേക്ക് തടസ്സപ്പെടുത്തിയിരുന്നു. അത് മരവിപ്പിച്ചിരുന്നു. അതായത് 6 മാസക്കാലം ബാങ്കിൽ നിക്ഷേപകർക്ക് പണം നിക്ഷേപിക്കാനോ പിൻവലിക്കാനോ സാധിക്കില്ല എന്നുള്ള നിലയിലേക്ക് എത്തിയതോടുകൂടി വലിയ പ്രതിഷേധവും മറ്റും ഉണ്ടായി. 45 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ബാങ്ക് നിലവിൽ പ്രവർത്തിക്കുന്നത്. 185 കോടിയിൽ പരം രൂപ ബാങ്കിൽ തിരിച്ച് ലഭിക്കാനുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ബാങ്ക് പ്രവർത്തനം മെച്ചപ്പെടുത്താത്ത ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഇടപാടുകാർക്കും നിക്ഷേപകർക്കും വലിയ പരാതി, പണം പിൻവലിക്കാൻ എത്തുന്നവർക്കടക്കം വലിയ പരാതികൾ കൂടി ഉണ്ടായി. രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വഴിവിട്ട പോക്കും ബാങ്കിന്റെ നിയമനങ്ങളും താൽക്കാലിക ജീവനക്കാരുടെ നിയമനങ്ങളും അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പരാതികൾ ഉണ്ടായിരുന്നത്. തുടർച്ചയായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ 6 മാസത്തേക്ക് ബാങ്കിന്റെ പ്രവർത്തനം മരവിപ്പിച്ചത്. അതേ തുടർന്ന് ഇനിയും പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി ബാങ്കിന് കൊടുത്തു. പക്ഷേ ആ ഒരു സമയത്തും ബാങ്കിന്റെ നില മെച്ചപ്പെടുത്താൻ KPCCയുടെ മുൻ സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള MP ജാക്സൺ ഭരിക്കുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 39 വർഷത്തിലേറെ കാലമായി ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആണ്. ഈ ബാങ്ക് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർബൻ ബാങ്കുകളിൽ ഒന്നാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നുമാണ്. ഇത്തരത്തിലാണ് ഈ ബാങ്കിന്റെ പ്രവർത്തനം. ഇത്രയും വലിയ സാമ്പത്തിക ശേഷിയും നിക്ഷേപകരുടെയും സഹകാരികളുടെയും ഒക്കെ അംഗത്വമുള്ള ഒരു ബാങ്കിൽ പ്രവർത്തനം തീരെ മെച്ചപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് കർശന നടപടി ഇപ്പോൾ ബാങ്കിംഗ് ആക്ട് പ്രകാരം RBI സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലെ ഭരണസമിതി MP ജാക്സൺ അടക്കമുള്ള ആളുകളെ തിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് രാജു എസ് നായരെ അഡ്മിനിസ്ട്രേറ്റീവ് ആയി നിയമിച്ചുകൊണ്ട് താൽക്കാലിക ഭരണസമിതി 12 മാസത്തേക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.